ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നഷ്ടമായിട്ടാ. ഹലോ, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോ വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ്. അപ്പോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഒരു വെറൈറ്റി ഡെസേർട്ട് ആട്ടാ. ഞാൻ ഐസ്ക്രീമുകൾ ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ ഈ ഒരു ടൈപ്പ് ഡെസേർട്ട് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് ഫസ്റ്റ് ടൈം ആട്ടാ. അപ്പോൾ മാങ്ങ സീസൺ കഴിയാറായിട്ടുണ്ട്. നമ്മുടെ മാങ്ങ സീസൺ കഴിയുമ്പോഴേക്കും നമ്മൾ മാങ്ങ കൊണ്ട് പല പല വെറൈറ്റികൾ ഇപ്പം തന്നെ ഒരുപാട് വീട്ടുകളിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യട്ടെ. അപ്പൊ ഈ ഒരു ഐറ്റം ആരും ട്രൈ ചെയ്യാണ്ട് പോരുതട്ടാ. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മിസ്സാക്കിയ ഒരു ഐറ്റം, തീർച്ചയായും നിങ്ങൾ ലൈഫിൽ മിസ് ചെയ്തൊരു ഐറ്റം. നമുക്ക് അത്ര വലിയ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നും ഇതിനാവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് തന്നെ മതി. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെ എന്തായാലും കുറച്ച് മാങ്ങ എടുത്തിട്ട് എന്റെ കൂടെ പോരെ, നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ഡെസേർട്ടിന്റെ പേര് പറയാൻ ഞാൻ മറന്നുപോയി. ഇന്നത്തെ ഡെസേർട്ടിന്റെ പേര് എന്താണെന്നറിയോ? മാംഗോ ബോബ. നമ്മൾ ബബിൾ ടീ ഒക്കെ പുറത്ത് പോയിട്ട് കഴിക്കാറില്ലേ? അപ്പൊ ചെറിയ കുഞ്ഞി മണികൾ പോലെ അടിയിൽ കിടന്നിട്ട്, അപ്പൊ അതുപോലെ ഇന്നൊരു ഡെസേർട്ട് ആട്ടാ. ഐസ്ക്രീമാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണത്. ഐസ്ക്രീം വിത്ത് ജ്യൂസ് എന്നൊക്കെ പറയാം നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല കുറച്ച് 3 മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. വെള്ളം നമുക്ക് ലാസ്റ്റ് ജ്യൂസിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം ഇല്ലാണ്ട് അതിനെ നന്നായി മിക്സിയിൽ അടിച്ചിട്ട് നമുക്കൊരു പൾപ്പ് മോഡലാക്കിയിട്ട് എടുക്കാം. നോക്കിയേ, അപ്പോൾ ഞാനിവിടെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് മിക്സിയിലടിച്ച് നമ്മൾ അതിൻ്റെ ജ്യൂസ് അല്ല, അതിൻ്റെ പൾപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് പഞ്ചസാര പൗഡർ ആട്ടാ. പഞ്ചസാര അങ്ങനെ തന്നെ ഇടാൻ പാടില്ല, പഞ്ചസാര പൗഡർ എടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൾപ്പില്ലേ, മാംഗോ പൾപ്പ്, അതിടാം. ഇപ്പം ഞാനിതിൽ കുറേ അധികം എടുക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത്ര അധികത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ വേസ്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അതിനൊന്നിങ്ങനെ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ ഒന്ന് കുഴയ്ക്കുക. എന്നിട്ട് ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ചെയ്യുന്നത് എന്താണെന്ന് പറയുക? അരിപ്പൊടി ഉണ്ട് കേട്ടോ. അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ജസ്റ്റ് ഇങ്ങനെ തൂവി കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യുമ്മലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പഞ്ചസാരയും മാങ്ങയും കൂടി ആകുമ്പോഴേ നമ്മുടെ കയ്യൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുഞ്ഞേ, നിങ്ങൾ ബബിള് കണ്ടിട്ടില്ലേ എന്തിട്ടായാലും, അപ്പോൾ അതേപോലെ നല്ല കുഞ്ഞേ ബബിളാക്കിയിട്ട് നമുക്ക് അതിനെടുക്കാം. ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി വലിപ്പം കൂടി, പിന്നെ ഞാൻ അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറുതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അരിപ്പൊടി ഇടുന്നതിൻ്റെ ഗുണം മനസ്സിലായില്ലേ? കയ്യുമ്മൽ ഒട്ടിപ്പിടിക്കില്ല, പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബബിൾസ് ഇവിടെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് വേവിച്ചെടുക്കണം, ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്തുള്ളത് ഒരു നല്ല അടികട്ടിയായിട്ടുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ ഒരു അരക്കപ്പോളം വെള്ളം മതി, അധികം വേണ്ട കേട്ടോ. അതിലേക്ക് നമ്മൾ ഷുഗറാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ ഷുഗർ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ പഞ്ചസാര ലൈനിൽ വേണം നമുക്ക് വന്മാരൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരവിടെ കിടന്ന് ഇങ്ങോട്ട് പുഴുങ്ങട്ടെ. പുഴുങ്ങിയിട്ട് ഒരു കട്ടി വരില്ലേ, പഞ്ചസാര ലൈൻ ഒന്ന് കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരെ കോരി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ. ചൂടാറിയിട്ട് മാറ്റിയാൽ മതി. ഇപ്പം ഞാനിവിടെ ചൂടോട് കൂടി ഇട്ട കാരണം കേട്ടോ ചെറിയൊരു ഫോഗ് വന്നേ. പിന്നെ നമുക്ക് ജ്യൂസിൽ നേരത്തെ നമ്മൾ പൾപ്പല്ല ഇട്ടുണ്ടായിരുന്നത്, അപ്പോൾ ആ ജ്യൂസിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. പിന്നെ ഞാനിവിടെ ഐസ്ക്രീം ആട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇടാം. നിങ്ങൾ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാട്ടാ. സംഭവം നല്ല കിഡു ആയിട്ടുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. അത് മാത്രമല്ല ഈ ബബിളൊക്കെ വന്നപ്പോഴേ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നോക്കിയേ, നമ്മുടെ മാംഗോ ബോബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ്. സൂപ്പർ. അതിന്റെ ബോബ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എനിക്ക് വലിയ ഇതാവുന്നു. പക്ഷെ നമ്മള് ഐസ്ക്രീം പുറത്തൊക്കെ പോയിട്ട് നമ്മള് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ ചെറിയ ബബിൾസ് കിട്ടാറില്ലേ, അതേപോലെ ഇതും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. സൂപ്പർ. നമ്മളതിന്റെ ഐസ്ക്രീം ഒക്കെ ഇട്ടപ്പോഴേ വേറൊരു ലെവലായി. എന്തായാലും എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എന്തായാലും മാങ്ങിയുള്ളതല്ലേ, അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്നോട് ഫീഡ്ബാക്ക് പറയണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആ കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കണം. സൂപ്പർ. നമ്മുടെ കുട്ടിപ്പട്ടാളോടെ വന്നിട്ടുണ്ട്. രസമില്ലാത്ത കാര്യം അവർക്ക് നാണക്കേട്. അപ്പൊ ഞാൻ പറഞ്ഞ മറക്കണ്ടേട്ടാ, എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്തോളൂ. നോക്കിയാ മാംഗോ ബോബ നല്ല കിടു ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. വെറുതെ പറയുന്നതല്ല, അത്ര ടേസ്റ്റ് ആയിട്ടുണ്ട്. പഞ്ചസാരയുടെയും മാങ്ങയുടെയും ഐസ്ക്രീം ഒക്കെ കൂടി വന്നപ്പോഴേ സൂപ്പർ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നഷ്ടമായിട്ടാ. അപ്പൊ വേറൊരു വെറൈറ്റി ഡിഷ് ആയിട്ട് വരാം. ബൈ.